മക്കളെ, നമ്മളിവിടെ കാണുന്നത് ഒരു കോഞ്ചുഗേറ്റ് ടൈപ്പ് പ്രോബ്ലം ആണെങ്കിലും കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ മുമ്പ് ചെയ്തതിനേക്കാൾ പോലും ഇതിനു മുമ്പ് സാർ ചെയ്ത ഒരു വീഡിയോയിൽ എടുത്ത കോഞ്ചുഗേറ്റിനേക്കാൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കിയേ. √5 വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചത് √5 - 1 / √5 + 1. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ റൂട്ട് അങ്ങ് മാറ്റി നിർത്തണം. എന്നിട്ട് നമുക്ക് √5 - 1 / √5 + 1 ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് കാണേണ്ടത് √5 - 1 / √5 + 1. ഇവിടെ നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കേണ്ടത് എവിടെയാ? ഈ ഡിനോമിനേറ്ററിൽ വരുന്ന സൈൻ പ്ലസ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കോഞ്ചുഗേറ്റാണ് എടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ മിസ്റ്റേക്ക് വന്ന് ഇതെടുക്കരുത്. അപ്പം ഇവിടെ പ്ലസ് വന്നുകൊണ്ട് √5 - 1 ആണ് കോഞ്ചുഗേറ്റ്. നമ്മൾ √5 - 1 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ നമുക്കിത് √5 - 1 √5 - 1 2 പ്രാവശ്യം വന്നുകൊണ്ട് √5 - 1 ഹോൾ സ്ക്വയർ മോളി വന്നു. താഴെ a + b × a - b. അപ്പോൾ √5ൻ്റെ സ്ക്വയർ എത്ര വരും? 5 വരും. -1ൻ്റെ സ്ക്വയർ 1 വരും. അപ്പോൾ 5 - 1 4 വരും. ഇനിയാണ് സ്ക്വയർ റൂട്ട് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒറ്റ സ്ക്വയർ റൂട്ടും കൂടെ തന്നിട്ടുണ്ട്. നമ്മളിതിനകത്തുള്ളത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അകത്തുള്ള സംഭവം ഇത്ര എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നെറ്റ് റിസൾട്ടായിട്ട് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പം ഈ സ്ക്വയർ അങ്ങോട്ട് പോകും. അപ്പോൾ √5 - 1 / 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. ഇനി ഈ √5ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2.236 ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് -1/2 ഇത് ചെയ്ത് കഴിയുമ്പോൾ 1.2361 / 2. ഇനി സാർ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നമുക്ക് 4 ചോയ്സ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോയ്സ് തന്നെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണ്ട. ഇവിടെ ഒരു ചോയ്സ് കണ്ടോ, 0.6ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആൻസറിൽ 1.2 എന്ന് പറയുമ്പം 0.6. കാരണം 12ൻ്റെ പകുതിയാണ് 2. 12ൻ്റെ പകുതിയാണ് 6. അപ്പോൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 6 കിട്ടും. അപ്പോൾ 0.6ൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ 4 ചോയ്സിൽ ഇത് മാത്രമേ 0.6ലുള്ളൂ. അതുകൊണ്ട് നമുക്ക് സി അങ്ങോട്ട് ആൻസർ ഇടാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫൈനൽ ആൻസർ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് 4 ചോയ്സ് തന്നു. നമുക്ക് ഇഷ്ടമുള്ള ഏത് ചോയ്സ് ആണോ ശരി അത് നമുക്ക് ടിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതങ്ങ് എഴുതിയാൽ മതി. അതിന് സ്റ്റെപ്പുകൾ പ്രശ്നമില്ല. നമ്മൾ ഫ്യൂച്ചറിലേക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമുക്കെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അവിടെയൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, MCQ എന്ന് പറയുമ്പം നമുക്കതിൻ്റെ ശരി ഉത്തരം ടിക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ മുഴുവൻ സ്റ്റെപ്സ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു കോമ്പറ്റീഷനിലേക്കൊക്കെ വരുമ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗസ് ചെയ്യാനായിട്ട് എക്സ്പെർട്ടൈസ് കിട്ടും. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ 4 ചോയ്സ് കാണുമ്പം ഇതാണ് ഉത്തരം എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ ഷെയർ ചെയ്യണം.